ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്. സോ നമ്മളിന്ന് സൈക്കോളജിയിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തായിരുന്നു. സോ ന്യൂറോണുമായിട്ട് റിലേറ്റ് ചെയ്ത് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, ന്യൂറോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലിയൽ സെൽസ് എന്താണ്, ഇനി ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, ടൈപ്സ് ഓഫ് ന്യൂറോൺസ്, അതുപോലെ തന്നെ ന്യൂറൽ കണ്ടക്ഷൻസ്, ഒരു ന്യൂറോണിലൂടെ എങ്ങനെയാണ് ഇമ്പൾസ് പാസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട് ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ട് രീതിയിലൂടെയാണ്, കെമിക്കലി ആൻഡ് ഇലക്ട്രിക്കലി ആണ്. സോ അതിൽ കെമിക്കൽ മെസ്സഞ്ചർ അല്ലെങ്കിൽ കെമിക്കൽ പാസേജ് ഓഫ് ഇമ്പൾസിന് സഹായിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്മിഷനാണ് കെമിക്കൽ ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതിൻ്റെ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. So neurotransmitters are chemical messengers that facilitate communication between neurons in the brain and central nervous system. So നമ്മുടെ ന്യൂറോൺസ് തമ്മിൽ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ ഫോമിൽ മെസ്സേജ് പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻഫ്ലുവൻസ് വേരിയസ് സൈക്കോളജിക്കൽ ഫങ്ഷൻ ഇൻക്ലൂഡിങ് മൂഡ്, ഇമോഷൻ, സ്ട്രെസ്, റെസ്പോണ്ട് ആൻഡ് കോഗ്നീഷൻ. സോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻ സഹായിക്കുന്നവയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവർ നമ്മുടെ മൂഡ്, അതുപോലെ സ്ട്രെസ്, ഇമോഷൻസ്, സോ അത് ഓരോന്നിനും ഓരോ പ്രത്യേകതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. സോ മെയിൻ ഫങ്ഷനാണ് ഇവരുടെ നമ്മുടെ സൈക്കോളജിക്കൽ ഫങ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ദിസ് മെസ്സഞ്ചർ ട്രാവൽ അക്രോസ് സിനാപ്സ് എനേബിളിംഗ് സിഗ്നൽ ടു പാസ് ഫ്രം വൺ ന്യൂറോൺ ടു ദ നെക്സ്റ്റ്. സോ ഇവരെങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? സോ ഒരു സിനാപ്സിൽ നിന്ന് അടുത്ത സിനാപ്സ് അല്ലെങ്കിൽ ആ ഒരു ന്യൂറോണിൻ്റെ ലാസ്റ്റ് പോർഷനിൽ നിന്ന് അടുത്ത ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്തിട്ടാണ്. സോ അതിന് എവിടെ നിന്നാണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്നത്. സോ ഒരു മെസ്സഞ്ചർ ഒരു മെസ്സേജ് ഒരു സിനാപ്സിൽ നിന്ന് അടുത്ത സിനാപ്സിലോട്ട് സിഗ്നലായിട്ട് പാസ് ചെയ്തിട്ടാണ് ഇത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. അൺലൈക്ക് ഡയറക്റ്റ് കോണ്ടാക്ട്, എന്താണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു ന്യൂറോണും അടുത്ത ന്യൂറോണും നമ്മൾ ഫിസിക്കലി അവർ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യില്ല. സോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രിഡ്ജ് സിനാപ്റ്റിക് ഗ്യാപ്പ് ടു റിലേ സിഗ്നൽ ടു ഓർ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ ഈ ഒരു സിനാപ്റ്റിക് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ ക്ലെഫ്റ്റിലോട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സോ അതുവഴിയാണ് അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും അതുപോലെ റിലേറ്റഡ് പാർട്ടിലും എത്തുന്നത്. റിലീസ്ഡ് ഫ്രം ദ സിനാപ്റ്റിക് വെസിക്കിൾ. സോ അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്താണ്, സോ അതിൻ്റെ അകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ. സോ അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? സിനാപ്റ്റിക് വെസിക്കിൾസിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്ലേ വൈറ്റൽ റോൾ ഇൻ മോഡുലേറ്റിംഗ് ആൻഡ് ബാലൻസിങ് ന്യൂറൽ സിഗ്നൽസ്. സോ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഈ ന്യൂറൽ സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്യുക, കുറയ്ക്കുകയും കൂട്ടുകയും അതുപോലെ ബാലൻസ് ചെയ്ത് പാസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന റെഗുലേഷൻ എല്ലാം ചെയ്യുന്നത് ന്യൂറൽ സിഗ്നൽസിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുന്നതെന്നാണ്. ഫോർ ന്യൂറോൺസ് ടു സെൻഡ് മെസ്സേജ് ത്രൂ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദേ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ വിച്ച് ദേ ഡു ത്രൂ സിനാപ്സസ്. സോ ന്യൂറോൺസിന് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ്? അവർ ന്യൂറോ ട്രാൻസ്മിറ്ററിലൂടെയാണ് അത് അടുത്ത ന്യൂറോണിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വെൻ സിഗ്നൽ ട്രാവൽ ത്രൂ എ ന്യൂറോൺ ആൻഡ് റീച്ച് ദ എൻഡ് ഓഫ് ദാറ്റ് ന്യൂറോൺ ദേ കനോട്ട് സിംപ്ലി ട്രാവൽ ടു ദ നെക്സ്റ്റ് വൺ. സോ ഒരു ന്യൂറോണിൽ നിന്ന് ഈ മെസ്സേജ് പാസ് ചെയ്ത് എൻഡിലെത്തിയാലും അടുത്തതിലോട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് തന്നെ സിംപ്ലി ആയിട്ട് അടുത്ത ന്യൂറോണിലോട്ട് പാസ് ചെയ്യില്ല. ഇൻസ്റ്റീഡ് ദ ന്യൂറോൺ മസ്റ്റ് ട്രിഗർ ദ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിച്ച് ദെൻ ക്യാരി സിഗ്നൽ അക്രോസ് ദ സിനാപ്സസ് വിത്ത് ദ ഗോൾ ഓഫ് റീച്ചിങ് ദ നെക്സ്റ്റ് ന്യൂറോൺ. സോ ഈ വരുന്ന ഇമ്പൾസ് ഈ ഒരു ഈ ന്യൂറോണിൻ്റെ അറ്റത്ത് കാണുന്ന സിനാപ്റ്റിക് വെസിക്കിൾസിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എന്ത് ചെയ്യണം, ട്രിഗർ ചെയ്യണം. അതായത് ട്രിഗർ ചെയ്താലേ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ റിലീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ റിലീസ് ചെയ്താലേ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ നിന്ന് അടുത്ത സിനാപ്റ്റിക് അല്ലെങ്കിൽ അടുത്ത പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിലോട്ട് പാസ് ചെയ്ത് പോകത്തുള്ളൂ. സോ അപ്പം ഒരു ട്രിഗർ ഉണ്ടായാൽ അല്ലെങ്കിൽ ട്രിഗർ ചെയ്താൽ മാത്രമേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും, ആ ഇമ്പൾസ് അതിനെ ചെന്ന് ട്രിഗർ ചെയ്താൽ മാത്രമേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യത്തുള്ളൂ. സോ എന്നാൽ മാത്രമേ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആ സിഗ്നൽസ് ക്യാരി ചെയ്ത് അടുത്ത ന്യൂറോൺസിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ.
ഇനി ഡ്യൂറിങ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രിഗർ ദ സിനാപ്റ്റിക് വെസിക്കിൾ. സോ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ഇമ്പൾസ് എന്ത് ചെയ്യും, ആ സിനാപ്റ്റിക് വെസിക്കിൾസിനെ ട്രിഗർ ചെയ്ത് പ്രീ സിനാപ്റ്റിക് ഏതിലൂടെയാണോ പാസ് ചെയ്ത് പോകണം, ആദ്യം വരുന്ന ആ ന്യൂറോണിൽ, പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ സിനാപ്റ്റിക് വെസലിനെ ട്രിഗർ ചെയ്ത് അതിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യിക്കും. ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിഫ്യൂസ് അക്രോസ് ദ സിനാപ്റ്റിക് ഗ്യാപ്പ് ആൻഡ് ബൈൻഡ് ടു സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റർ സൈറ്റ് ഓൺ ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. സോ ഇപ്പോൾ ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിൽ ഉള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് ട്രിഗറായി അതിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എങ്ങോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത് സിനാപ്റ്റിക് ഗ്യാപ്പ് അല്ലെങ്കിൽ ക്ലിഫ്റ്റിലോട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഡിഫ്യൂഷൻ നടന്ന് ഈ അടുത്ത ന്യൂറോണിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണാണ് അതിനെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റിസപ്റ്റേഴ്സ് അതിനെ റിസീവ് ചെയ്യും. സോ ദ ന്യൂറോൺ വിച്ച് റിലീസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് കോൾഡ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്ന ന്യൂറോണിനെ നമുക്ക് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയാം. ഇനി ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് അതിനെ റിസീവ് ചെയ്യുന്ന ന്യൂറോണിനെ നമുക്ക് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയാം. ദ ന്യൂറോൺ വിച്ച് ആർ റിസീവ്ഡ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് കോൾഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. സോ എന്താണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും ഓർത്ത് വെച്ചിരിക്കുക. Next, when a nerve impulse trigger the release of neurotransmitter, these chemicals are then released into the synapse and then taken up by receptors on the next neuron. This process is known as neurotransmission. So നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സോ അല്ലേ, അതായത് ഒരു നെർവ് ഇമ്പൾസിൽ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിനാപ്റ്റിക് വെസിക്കിൾസുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും. എങ്ങോട്ടാണ്, സിനാപ്സിലോട്ട് അല്ലെങ്കിൽ ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് അതിന് എന്ത് ചെയ്യും, ആ റിസപ്റ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസിലെ റിസപ്റ്റേഴ്സ് ഇതിനെ അടുത്ത ന്യൂറോൺസിലോട്ട് പാസ് ചെയ്യും, അതിനെ റിസീവ് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന്. സോ ഓർത്ത് വെച്ചിരിക്കുക എന്താണ് ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന്. ഇനി ഇതിപ്പം ന്യൂറോ ട്രാൻസ്മിഷൻ കഴിഞ്ഞു. സോ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ദ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് ഫ്രം ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ മേ ഐദർ എക്സൈറ്റ് ഓർ ഇൻഹിബിറ്റ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, telling it to either release neurotransmitter, slow down the release or stop signaling completely. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കൊണ്ടുവരുന്ന പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ് എക്സൈറ്റ് ചെയ്യും, അടുത്ത ന്യൂറോൺസിലോട്ട് പാസ് ചെയ്യും, ചിലത് എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. സോ അതിന് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ അങ്ങനെ എന്ത് ചെയ്യും, ചിലത് അവിടെ വെച്ച് സിഗ്നലിംഗ് എന്ത് ചെയ്യും, തടസ്സപ്പെടുത്തും, ഇൻഹിബിറ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇനി അത് കഴിഞ്ഞ് ഈ ന്യൂറോ ട്രാൻസ്മിഷൻ അപ്പോൾ എന്താ ഈ ട്രിഗർ ചെയ്തില്ലെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പാവും, അവിടെ സെക്രീഷൻ നടക്കത്തില്ല. സെക്രീഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ അടുത്ത ന്യൂറോണിനെ എന്താ ഇൻഹിബിറ്റ് അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്ത് അടുത്തതിലോട്ട് പാസ് ചെയ്ത് പോകും. അപ്പോൾ ഇനി ബാക്കി വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിലോട്ട് റീഅബ്സോർബ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്നതാണ് റീഅപ്ടേക്ക്. സോ റീഅപ്ടേക്ക് ഇസ് എ പ്രോസസ് വെയർബൈ neurotransmitters get reabsorbed back into the presynaptic neuron they came from. സോ അവർ വന്ന പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടല്ലോ, അവിടെ തന്നെ തിരിച്ച് ഇവരെന്ത് ചെയ്യും, റീഅപ്ടേക്ക് ചെയ്യും. സോ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീഅപ്ടേക്ക്. സോ അവിടെ അവരെങ്ങോട്ടാണ് തിരിച്ച് പോകുന്നത്, തിരിച്ചെങ്ങോട്ടാണ് റീഅബ്സോർബ് ചെയ്യുന്നത്, പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റീഅബ്സോർബ് ചെയ്യുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യം ഒരു ന്യൂറോൺ മറ്റു ന്യൂറോണിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലായിട്ട് ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സൈറ്റേറ്ററി, ഇൻഹിബിറ്ററി ആൻഡ് മോഡുലേറ്ററി. സോ അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. Excitatory neurotransmitter, this type have an excited or stimulating effect on the neurons. If a neurotransmitter is excited, it will increase the likelihood that the neuron will fire action potential. So excitatory, inhibitory നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സോ ഒരു സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ന്യൂറോൺസിന് സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത ന്യൂറോണിനെ ആക്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ആക്ഷൻ പൊട്ടൻഷ്യലിനെ പാസ്
ചെയ്യുന്നു എങ്കിൽ അതിന് നമുക്ക് എക്സൈറ്റേറ്ററി എന്ന് പറയാം, അതിനെ ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ. പക്ഷേ അതിന് ഉദാഹരണം എക്സൈറ്റേറ്ററിക്ക് ഉദാഹരണമാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. സോ അത് എന്താണെന്ന് ഓരോന്നും പറയും. സോ ഇത് ഓർത്ത് വെച്ചിരിക്കുക. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇനി ഇൻഹിബിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഹാവ് ദ ഓപ്പോസിറ്റ് എഫക്റ്റ് ഓഫ് ഇൻഹിബിറ്റിംഗ് ഓർ ഹിൻഡറിങ് ദ ന്യൂറോൺസ്. സോ ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? ഇമ്പൾസിനെ എന്ത് ചെയ്യില്ല, പാസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. സോ അത് അടുത്തതിലോട്ട് പാസ് ചെയ്യില്ല. സോ അങ്ങനെയുള്ളതിനെയാണ് ഇൻഹിബിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. If a neurotransmitter is inhibitory, it makes the likelihood of the neuron firing action potential will be decreased. So എന്താ അവിടുത്തെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്ത് പോകും, അടുത്തതിലോട്ട് പാസ് ചെയ്യില്ല. അതിന് ഉദാഹരണമാണ് GABA ആൻഡ് എൻഡോർഫിൻസ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇൻഹിബിറ്റേറ്ററി എന്ന് പറയുന്നത് GABA ആൻഡ് എൻഡോർഫിൻസ് ആണ്. ഇനി മോഡുലേറ്ററി എന്ന് പറയുന്നത് ദിസ് ആർ ഓഫൺ കോൾഡ് ന്യൂറോ മോഡുലേറ്റേഴ്സ്. സോ ഇവർ മോഡുലേറ്ററി എന്നറിയപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് മറ്റൊരു പേരിലും അറിയപ്പെടും, ന്യൂറോ മോഡുലേറ്റേഴ്സ് എന്നറിയപ്പെടും. ന്യൂറോ മോഡുലേറ്റേഴ്സ് ആർ ദിസ് മീൻ ക്യാൻ എഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂറോൺസ് അറ്റ് ദ സെയിം ടൈം ആസ് വെൽ ആസ് ബീങ് ഏബിൾ ടു influence the effect of other neurotransmitters. They do not directly activate the receptors of neurons but work together with the neurotransmitters to enhance the excitatory or inhibitory responses of the response. So ഇവിടെ മോഡുലേറ്ററി എന്ന് പറയുന്നത് ഇവർക്ക് ഡയറക്റ്റ് അതിനെ എക്സൈറ്റ് ചെയ്യാനോ ഇൻഹിബിറ്റ് ചെയ്യാനോ ഉള്ള കഴിവില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് ചെയ്യില്ല. ഇവർക്ക് ഒന്നുകിൽ എക്സൈറ്റേറ്ററിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇൻഹിബിറ്ററിയുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുക എന്നുള്ള, അല്ലെങ്കിൽ മിഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ മോഡുലേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഒരു ബോഡിയിൽ. സോ അതിൽ തന്നെ 50-ൽ കൂടുതൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. സോ ഇതൊരു പ്രോട്ടീൻ കണ്ടൻ്റാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മോണോ അമീൻസ്, അമിനോ ആസിഡ്സ്, പ്രൊപ്പോണൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ അപ്പോൾ മോണോ അമീൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മോണോ അമീൻസ് ഗ്രൂപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ സൈക്കോളജിസ്റ്റ് ആസ് ദേ ആർ ഇൻവോൾവ് ഇൻ ദ നമ്പർ ഓഫ് ബിഹേവിയേഴ്സ് സച്ച് എസ് ഡിസിഷൻ മേക്കിംഗ്, ഇമോഷണൽ റെസ്പോൺസ്, ഹാപ്പിനെസ്, ഡിപ്രഷൻ ആൻഡ് റിവാർഡ് റെസ്പോൺസ്. സോ മോണോ അമീൻസ് ഗ്രൂപ്പിൽ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ബേസിക് ഫങ്ഷൻസ് ആണ് പറയുന്നത്. അവർ ഒരുപാട് നമ്മുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷന് സഹായിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് മോണോ അമീൻസ് എന്ന് പറയുന്നത്. അവർ ഡിസിഷൻ മേക്കിങ്, അതുപോലെ ഇമോഷണൽ റെസ്പോൺസ്, നമ്മുടെ ഹാപ്പിനെസ്, ഡിപ്രഷൻ, അതുപോലെ റിവാർഡ് റെസ്പോൺസ്, ഇതിനെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരത്തില്ലേ? സോ അങ്ങനെയുള്ള കാര്യം ഇതെല്ലാം വരുന്ന കാറ്റഗറിയാണ് മോണോ അമീൻസ് എന്ന് പറയുന്ന. ഇതിൽ തന്നെ ഓരോ ടൈപ്സ് ഉണ്ട്. ആ ഓരോ ടൈപ്സിലും ഓരോ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ മോണോ അമീൻസിൽ വരുന്നതാണ് സെറോട്ടോണിൻ, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, ഡോപ്പമിൻ. ഈ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞെങ്കിലും ഇവർ രണ്ടിനെയും നമുക്ക് ഒന്നിച്ച് പറയാം. അപ്പോൾ സെറോട്ടോണിൻ, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ആൻഡ് ഡോപ്പമിൻ ആണ് മോണോ അമീൻസിൽ വരുന്നത്. ഇനി അപ്പോൾ ഓരോന്ന് നോക്കാം. Serotonin plays a role as a neurotransmitter as well as hormone. It is important in controlling mood and can affect the happiness level of an individual. Also important for regulating anxiety, appetite, പെയിൻ കൺട്രോൾ ആൻഡ് സ്ലീപ്പ് സൈക്കിൾ. സോ സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. സോ അതുപോലെ ഒരു ഹോർമോണും കൂടെയാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഇല്ലേ? സോ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സെറോട്ടോണിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത്. നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുക, അതുപോലെ നമ്മുടെ ഹാപ്പിനെസ് ലെവൽ, നമ്മുടെ സന്തോഷം കൂട്ടുക, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാക്കുക. ഈ സെറോട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്. സോ സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് കൂട്ടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്.
ഇനി ഇത് അതുപോലെ തന്നെ നമ്മുടെ ആൻസൈറ്റി, നമ്മുടെ വിശപ്പ്, അതുപോലെ പെയിനിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ സ്ലീപ്പ് സൈക്കിളിൻ്റെ ഉറക്കത്തിൻ്റെ ചക്രത്തേക്ക് കറക്റ്റ് ചെയ്യുന്നതൊക്കെ സെറട്ടോണിൻ്റെ ഫങ്ഷനാണ്. ഇനി ഇത് കാണപ്പെടുന്നത് നമ്മുടെ എൻട്രിക് നെർവസ് സിസ്റ്റത്തിലും അതുപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, അതായത് നമ്മുടെ ഗട്ടിൽ, അതുപോലെ ബട്ട് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതുപോലെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ ബ്രെയിൻ സ്റ്റെം എന്തൊക്കെ ചേരുന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ തന്നെ റാഫേ ന്യൂക്ലിയ എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് ഈ സെറട്ടോണിൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി സെറട്ടോണിൻ ഇസ് ഓഫ് ഇൻഹിബിറ്റേറ്ററി ക്ലാസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. സോ ഇൻഹിബിറ്റേറ്ററി ക്ലാസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്നവയാണ് ഈ സെറട്ടോണിൻ എന്ന് പറയുന്നത്. ഇനി ഡെഫിസിറ്റ് ഇൻ സെറട്ടോണിൻ കോസ് ഡിപ്രഷൻ. സോ ഈ സെറട്ടോണിൻ കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ത് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് മോണോമൈൻസിലെ അടുത്ത ന്യൂറോ ട്രാൻസ്മിറ്ററാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ഹോർമോൺസ് ആർ ഓൾസോ നോൺ ആസ് അഡ്രിനാലിൻ. സോ എപ്പിനെഫ്രിൻ്റെ മറ്റൊരു പേരാണ് അഡ്രിനാലിൻ. നോർ എപ്പിനെഫ്രിൻ ആകുമ്പോൾ അത് നോർ അഡ്രിനാലിനാണ്. സോ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ. സോ ഇതൊരു ഹോർമോണും കൂടിയാണ്. ദിസ് ഈസ് എ സ്ട്രെസ് ഹോർമോൺ ദാറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ത്രൂ ദ അഡ്രിനൽ ഗ്ലാൻഡ്. സോ ഇത് നമ്മുടെ ഒരു സ്ട്രെസ് ഹോർമോണാണ്. നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലൂടെയാണ് നമുക്കിത് റിലീസ് ചെയ്യുന്നത്. ഇതൊരു എക്സൈറ്റേറ്ററി ക്ലാസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആസ് ഇറ്റ് സ്റ്റിമുലേറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ എക്സൈറ്റേറ്ററി ഇൻഹിബിറ്ററി ഒക്കെ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റേറ്ററി ക്ലാസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്നതാണ്. ഇവിടെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് ടു മച്ച് അഡ്രിനാലിൻ ഇൻ ദ ബ്ലഡ് സ്ട്രീം ദിസ് കുഡ് ലീഡ് ടു ഹൈ ബ്ലഡ് പ്രഷർ, ആൻസൈറ്റി, ഇൻസോംനിയ ആൻഡ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സ്ട്രോക്ക്. സോ ഈ അഡ്രിനാലിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അവസ്ഥകളാണ് ഇത്. ബ്ലഡ് പ്രഷർ കൂടുക, അതുപോലെ ആൻസൈറ്റി വരിക, ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ് വരിക, അതുപോലെ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടും. If there is too little adrenaline, this can lead to diminished excitement and not being able to react appropriately in stressful situation, diminishing the stress response. So അതായത് നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ് എന്ന് പറയും. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, സ്പോണ്ടേനിയസ് ആയിട്ട് അതിന് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചെയ്യണമല്ലേ. സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമുക്ക് ആ റെസ്പോൺസ് കൊടുക്കണം. സോ അപ്പോൾ ഈ ഒരു അഡ്രിനാലിൻ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പട്ടി കടിക്കാൻ വരുന്നു. സോ അപ്പം നമുക്ക് പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ പേടിക്കുമല്ലേ. സോ അപ്പോൾ പേടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ ലെവൽ കൂടും. സോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് വരുന്നത്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓടി രക്ഷപ്പെടും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. പട്ടിയുടെ എതിരെ അതിനെ തിരിച്ചാക്രമിക്കുന്ന രീതിയിൽ നമ്മൾ റെസ്പോൺസ് കൊടുക്കും. അപ്പം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ഈ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ, രണ്ടിനും സ്ട്രെസ് മാനേജ്മെൻറ്റുമായിട്ടാണ് റിലേഷൻ. സോ അതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തായി, ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ പട്ടി കടിക്കാൻ വന്ന് നമ്മൾ പട്ടിയുടെ കടിയും കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും, ഇത് നമ്മുടെ ബോഡിയിൽ കുറവാണെങ്കിൽ. സോ അതാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോർ എപ്പിനെഫ്രിൻ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ അഡ്രിനൽ ഗ്ലാൻഡ്. ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് എ നാച്ചുറലി ഒക്കറിങ് കെമിക്കൽ ഓൾസോ നോൺ ആസ് നോർ അഡ്രിനാലിൻ. സോ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നതും അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അതുപോലെ മറ്റൊരു പേരാണ് നോർ അഡ്രിനാലിൻ എന്ന്. ഇതും എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആസ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻ ആൻഡ് ബോഡി, ഓൾസോ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബ്രെയിൻ സ്റ്റെം ആൻഡ് ഹൈപ്പോതലാമസ്. സോ ഇത് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡിൽ മാത്രമല്ല, അതുപോലെ ബ്രെയിൻ സ്റ്റെമ്മിലും ഹൈപ്പോതലാമസിലും ഈ നോർ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് കെമിക്കൽ ഹെൽപ്സ് ഇൻ ആക്ടിവേറ്റിംഗ് ദ ബോഡി ആൻഡ് ബ്രെയിൻ ടു ടേക്ക് ആക്ഷൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് സ്ട്രെസ് ഓർ വെൻ ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ നേരത്തെ പറഞ്ഞത് തന്നെ. സോ ഈ നോർ എപ്പിനെഫ്രിൻ്റെയും മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺസ് ആണ് ഇവർ രണ്ടും എന്ന് പറയുന്നത്. സ്ട്രെസ് ടൈമിൽ അതിനെതിരായിട്ട് പ്രോപ്പറായിട്ടുള്ള ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുക. സോ അടുത്ത ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ ഇസ് ബോത്ത് ആൻഡ് എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ആണ്. സോ അതായത് മോഡുലേറ്ററി
ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ആസ് വെൽ ആസ് എ ന്യൂറോ മോഡുലേറ്റർ ഇൻവോൾവ് ഇൻ റിവാർഡ് മോട്ടിവേഷൻ ആൻഡ് അഡിക്ഷൻ. സോ അതായത് നമ്മൾ ഈ അഡിക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്നത് സോ ഈ ഒരു ഡോപ്പമിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക്. സോ അതുപോലെ റിവാർഡ് മോട്ടിവേഷൻ, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മളത് ചെയ്യത്തുള്ളൂ. അത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്ലഷർ കൊണ്ട് നമ്മൾ ചെയ്യത്തില്ല ചില കാര്യങ്ങൾ. സോ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ്റെ അളവ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അഡിക്ഷൻ വരുന്നത്. അതുപോലെ ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താണ് അഗ്രഷൻ, നമ്മുടെ ബിഹേവിയറിൽ അഗ്രഷൻ വരും. അതുപോലെ ഇമ്പൾസൊന്നും പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ രണ്ടിലും നമ്മൾ ഇമ്പൾസീവായിട്ട് പെരുമാറും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഡ്രഗ്സ് ഉപയോഗിക്കുക, അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുക, അതിലോട്ട് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇനി ഡോപ്പമിൻ വാസ് ഡിസ്കവേർഡ് ടു ബി എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ 1950s ബൈ ഫാർമക്കോളജിസ്റ്റ്. സോ ഇത് ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ഫസ്റ്റ് 1950s കണ്ടുപിടിച്ചത് ഒരു ഫാർമക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആർവിഡ് കാൾസൺ ആണ്. സോ ആർവിഡ് കാൾസൺ ആണ് ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ഡോപ്പമിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇനി ഈ ഡോപ്പമിൻ്റെ അളവുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെച്ചിരിക്കുക. രണ്ട് മെൻ്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇൽനെസ് ഉണ്ട്. അതായത് ഷിസോഫീനിയ ആൻഡ് പാർക്കിൻസൺ. ഷിസോഫീനിയ ഒക്കെ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഷിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഈസ് ലിങ്ക്ഡ് ടു ഇൻക്രീസ് ഇൻ ഡോപ്പമിൻ. സോ അതായത് ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഷിസോഫ്രീനിയ എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ ഈ ഒരു ഷിസോഫ്രീനിക് കണ്ടീഷനിൽ എന്ന് പറയുന്നത് അവിടെ ഡോപ്പമിൻ്റെ അളവ് കൂടുതലായിരിക്കും. സോ അതേസമയം ഇതിൻ്റെ അളവ് കുറയുന്ന റിഡക്ഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ അത് ഡോപ്പമിൻ്റെ അളവ് ഒട്ടും ഇല്ലാതാവും, നശിച്ചു പോകുന്ന ഒരവസ്ഥയെ നമുക്ക് പറയുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്. സോ ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഡോപ്പമിൻ കൂടുകയാണെങ്കിൽ അത് ഷിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖം. അതുപോലെ ഡോപ്പമിൻ കുറയുക അല്ലെങ്കിൽ ഇല്ലാതാവുന്നതിനെ പാർക്കിൻസൺസ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്നതാണ് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, അതായത് GABA എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ്. ഇത് നാച്ചുറലി ഒക്കറിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് ഈസ് നോൺ ആസ് ദ ബോഡീസ് പ്രൈമറി ഇൻഹിബിറ്റേറ്ററി മെസ്സഞ്ചർ. നമ്മുടെ ബോഡിയിലെ ഇതൊരു ഇൻഹിബിറ്റേറ്ററി മെസ്സഞ്ചറാണ്. ഇതിന് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ എന്ന് പറയുന്നത്. ഗാബ ഈസ് ലൊക്കേറ്റഡ് ഇൻ മെനി ബ്രെയിൻ റീജിയൻ. നമ്മുടെ ബ്രെയിൻ റീജിയനിലെ ഹിപ്പോ ക്യാമ്പസ്, തലാമസ്, ബേസൽ ഗാംഗ്ലിയ, ഹൈപ്പോതലാമസ് ആൻഡ് ബ്രെയിൻ സ്റ്റെം. സോ ഇത്രയും ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് GABA, അതായത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റ് ആൻസൈറ്റി, വിഷൻ ആൻഡ് മോട്ടോർ കൺട്രോൾ. സോ അതായത് ആൻസൈറ്റി, അതുപോലെ നമ്മുടെ കാഴ്ച ശക്തി, മോട്ടോർ കൺട്രോൾ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത്, അതായത് നമ്മുടെ ബോഡിയിലെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കൈ അനക്കാൻ കാലനക്കാനൊക്കെ പറ്റുന്നത്. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇനി ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞത് ഇമ്പൾസ് കുറവായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റില്ല. കൈ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. സോ അതുപോലെ സീഷേഴ്സ്, ഈ ചുഴലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത് ഒക്കെ എന്തിൻ്റെ കുറവ് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഷേഴ്സ് വരുന്നതൊക്കെ, ബ്രെയിനിലുള്ള സീഷേഴ്സ് വരുന്നതൊക്കെ ഈ ഒരു ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡിൻ്റെ കുറവ് മൂലമാണ്. സോ പീപ്പിൾ who do not have enough GABA may find they have poor impulse control which could lead to seizures in brain. സീഷേഴ്സ്, അതുപോലെ കൈയൊക്കെ നമ്മൾ ട്രെമേഴ്സ് എന്ന് പറയും, കൈയൊക്കെ അറിയാതെ ഷേക്ക് ചെയ്യുക. സോ അതിനാണ് ട്രെമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു GABAയുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നത്. ഇനി എ ലാക്ക് ഓഫ് GABA can lead to involuntary motor actions including tremors and seizures. സോ ട്രെമോസും സീഷേഴ്സും നമുക്ക് ഇൻവോളണ്ടറി ആയിട്ടുള്ള, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻസ് സംഭവിക്കല്ലേ, കൈ തന്നെ ഇരുന്ന് വിറയ്ക്കുക, അതുപോലെ ചുഴലി വരുന്ന കണക്കത്തെ സീഷേഴ്സ് വരിക. സോ ഇതൊക്കെയാണ് GABA കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്.
ഇനി ആൽക്കഹോൾ സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് ഗാബ വിച്ച് ഇൻഹിബിറ്റ് ആൻഡ് നെർവസ് സിസ്റ്റം ആൻഡ് മേക്കസ് ഫീൽ ഡ്രങ്ക്. സോ നമുക്ക് ആൽക്കഹോൾ കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം ബ്രെയിനിലെ സെറിബെല്ലത്തിലാണല്ലോ എഫക്റ്റ് ചെയ്യുന്നത്. സോ അപ്പം ഈ ആൽക്കഹോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് GABA എന്ന് പറയുന്ന ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് റിലീസ് ചെയ്യുന്നത്. സോ അങ്ങനെ അത് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയുന്നത്. സോ അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുടിച്ച ആ ഒരു ഫീല് തോന്നിക്കുന്നത് ഈ ഒരു ഗാബയുടെ പ്രസൻസ് കൊണ്ടാണ്. ലാക്ക് ഓഫ് ഗാബ ഓൾസോ റിസൾട്ട് ഇൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ സച്ച് എസ് ബൈപോളാർ ഡിസോർഡർ ആൻഡ് മാനിയ. സോ ഗാബയുടെ കുറവ് കൊണ്ട് വരുന്ന 2 മെൻ്റൽ ഇഷ്യൂസാണ് ബൈപോളാർ ഡിസോർഡറും മാനിയക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഗ്ലൂട്ടാമേറ്റ് വിച്ച് സപ്പോർട്ട് കോഗ്നിറ്റീവ് ഫങ്ഷൻ സച്ചസ് മെമ്മറി ഫോർമേഷൻ ആൻഡ് ലേണിംഗ്. സോ മെമ്മറി ഫോർമേഷനും ലേണിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമേറ്റ് നമ്മൾ പ്രീവിയസ് കേട്ടിട്ടുണ്ട്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് ഇത് ഗ്ലൂട്ടാമേറ്റ്. ദിസ് ഈസ് നോൺ ആസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂട്ടാമേറ്റ് ആണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഗ്ലൂട്ടാമേറ്റ് ആണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതൊരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് വിത്ത് റിസപ്റ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻ ദ ന്യൂറോൺസ് ആൻഡ് ഗ്ലിയൽ സെൽസ്. സോ ഇവിടെ നമ്മൾ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇതിൻ്റെ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, ന്യൂറോൺസിൽ, അതുപോലെ ഗ്ലിയൽ സെൽസിലെല്ലാം കാണപ്പെടാം. ഇഫ് ദർ ഇസ് ആൻ എക്സസ് എമൗണ്ട് ഓഫ് ഗ്ലൂട്ടാമേറ്റ് this could result in excitotoxicity, meaning that neurons are killed due to overactions of glutamate receptors. സോ നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൂട്ടാമേറ്റിൻ്റെ അളവ് കൂടി കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരവസ്ഥയാണ് എക്സൈറ്റോടോക്സിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഗ്ലൂട്ടാമേറ്റ് ചെന്ന് നമ്മുടെ ന്യൂറോൺസിനെ നശിപ്പിച്ച് കളയും. സോ ഈ ഒരവസ്ഥയാണ് നമ്മൾ എക്സൈറ്റോടോക്സിസിറ്റി എന്ന് പറയുന്നത്. സോ അതെന്ത് കാരണം എക്സൈറ്റോടോക്സിസിറ്റി വരുന്ന എന്ത് കൂടുമ്പോഴാണ്? സോ ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ന്യൂറോൺസിനെ നശിപ്പിച്ച് കളയും. ഇനി എക്സസ് ഗ്ലൂട്ടാമേറ്റ് ക്യാൻ കോസ് ഓവർ സ്റ്റിമുലേഷൻ, മൈഗ്രെയിൻസ് ആൻഡ് സീഷേഴ്സ്. സോ ഒരുപാട് ഗ്ലൂട്ടാമേറ്റ് നമ്മുടെ ബോഡിയിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓവർ സ്റ്റിമുലേഷൻ ആയിരിക്കും. ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാവും, അതുപോലെ മൈഗ്രെയിൻ, സീഷേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഗ്ലൂട്ടാമേറ്റിൻ്റെ ഇത് എഫക്റ്റ് കാരണം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് പെപ്റ്റൈഡ്സ് ഗ്രൂപ്പിൽ വരുന്നതാണ് എൻഡോർഫിൻസ്. ദിസ് ഈസ് ആൻ ഇൻഹിബിറ്ററി ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് വർക്ക്സ് ഇൻ ലോവറിംഗ് ദ ട്രാൻസ്മിഷൻ ഓഫ് പെയിൻ സിഗ്നൽസ് ടു ദ ബ്രെയിൻ ആൻഡ് പ്രൊമോട്ട് ഫീലിംഗ് ഓഫ് യൂഫോറിയ. സോ അതായത് എൻഡോർഫിൻസ് എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി ടൈപ്പാണ്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേദന കുറയ്ക്കുക, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന, പെയിൻ റിലീവേഴ്സായിട്ട് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. പെയിനിനെ കുറയ്ക്കുന്ന സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നവയാണ് ഇവർ. അതായത് ടു ദ ബ്രെയിൻ ആൻഡ് പ്രൊമോട്ട് ഫീലിംഗ് ഓഫ് യൂഫോറിയ എന്ന് പറയുന്നത് നമ്മളൊരു പറന്ന് നടക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയത്തില്ല. സോ അതിനെയാണ് നമ്മൾ യൂഫോറിയ എന്ന് പറയുന്നത്. In terms of structure, endorphins are similar to opioids and work in similar way. സോ നമ്മൾ ഓപ്പിയോയിഡ്സ് എന്തൊക്കെയാണ് ഡ്രഗ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പെയിൻ റിലീഫിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഒപ്പിയോയിഡ്സ് എന്ന്. അപ്പോൾ ഇവരുടെ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എൻഡോർഫിൻസ് എന്തായിട്ട് സിമിലർ ആണ്, ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്ന ഈ ഡ്രഗുമായിട്ട് സിമിലർ ആണ്. അതുപോലെ തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുന്നതും. എന്താണ്? പെയിൻ കുറയ്ക്കുക, അതാണ് മെയിൻ ഫങ്ഷൻ. ഇനി 1973 സോളമൻ സിൻഡർ ആൻഡ് ജോൺ ഹോപ്കിൻസ് ഡിസ്കവർഡ് എൻഡോർഫിൻ. സോ ഇത് കണ്ടുപിടിച്ചത് സോളമൻ സിൻഡറും ജോൺ ഹോപ്കിൻസുമാണ്. ഇനി എൻഡോർഫിൻ ഇസ് ഷോർട്ട് ഫോർ എൻഡോജനസ് മോർഫിൻ. എൻഡോർഫിൻ എന്ന് പറയുന്നത് എൻഡോജനസ് മോർഫിനിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ആ പേര്. ഇനി ദേ ആർ നാച്ചുറൽ പെയിൻ റിലീവേഴ്സ്. നാച്ചുറലായിട്ടുള്ള വേദന സംഹാരി എന്ന് പറയുന്നവയാണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് അലോസ് ബിയേഴ്സ് ആൻഡ് അതർ ആനിമൽ ടു ഹൈബർനേറ്റ്. ചില മൃഗങ്ങളിലെ ഹൈബർനേഷന് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് എൻഡോർഫിൻ. ഹൈബർനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ചില ആനിമൽസിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ ആ സമയങ്ങളിൽ അവർ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജീവൻ നിലനിന്ന് പോകും. അങ്ങനെ നിന്ന് പോകും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മീനുകൾ
മീനുകളൊക്കെ ചില സമയങ്ങളിൽ ഹൈബർനേറ്റ് ചെയ്തു, വെള്ളം കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർ ആ ചെളിയിൽ അവിടെ എന്ത് ചെയ്യും, പൊതഞ്ഞു നിന്ന് ഹൈബർനേറ്റ്, ആ ഒരു അവർക്ക് അടുത്ത പ്രതികൂലമായിട്ടുള്ള അനുകൂല സാഹചര്യം വരുന്നത് വരെ അവിടെ സർവൈവ് ചെയ്ത് നിൽക്കും. സോ അതിന് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. സോ അതിൽ ആനിമൽസിനെ ഹൈബർനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എൻഡോർഫിൻസ് ആണ്. ഇനി എൻഡോർഫിൻസ് ആർ പ്രൈമർലി മെയ്ഡ് വിത്തിൻ ദ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇൻ റെസ്പോൺസ് ടു പെയിൻ ബട്ട് ക്യാൻ ഓൾസോ ബി റിലീസ്ഡ് വെൻ കംപ്ലീറ്റിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റി. സോ ഇവയെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെല്ലാം നിർമ്മിക്കപ്പെടുന്നതാണ്. റെസ്പോൺസ് ടു പെയിൻ ബട്ട് ക്യാൻ ഓൾസോ ബി റിലീസ്ഡ് വെൻ കംപ്ലീറ്റിംഗ് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മളിപ്പോൾ ഒരുപാട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോഡിയിലൊക്കെ പെയിനൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? സോ ഈ എൻഡോർഫിൻസ് ബോഡിയിൽ കൂടുന്നതുകൊണ്ടാണ്. ദെയർ ആർ നോട്ട് മെനി നോൺ സിംറ്റംസ് ഓഫ് ഹാവിങ് ടു മെനി എൻഡോർഫിൻ ബട്ട് ഇറ്റ് കുഡ് ലീഡ് ടു ആൻ അഡിക്ഷൻ ടു എക്സസൈസ്. ഈ ഒരു എൻഡോർഫിൻസിൻ്റെ ഇത് കാരണം ഒരുപാട് സിംറ്റംസോ അല്ലെങ്കിൽ അസുഖംസോ ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല. പക്ഷെ എന്താണ്, ചിലർക്ക് ഈ എക്സസൈസ് ചെയ്യുന്നതിൽ എന്തോ അഡിക്ഷൻ തോന്നും. സോ അത് ഈ എൻഡോർഫിൻസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അഡിക്ഷൻ ടു എക്സസൈസ്. ഇഫ് ദർ വെർ എ ഡെഫിസിറ്റ് ഇൻ എൻഡോർഫിൻ ദിസ് കുഡ് റിസൾട്ട് ഇൻ ഫീലിംഗ് ഓഫ് ഡിപ്രഷൻ, ഹെഡേക്ക്, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ് ആൻഡ് കണ്ടീഷൻ കോൾഡ് ഫൈബ്രോമയാൽഗിയ എന്ന് പറയും. അതായത് ക്രോണിക് പെയിൻ, ഭയങ്കരമായിട്ട് പെയിൻ തോന്നുന്ന ഒരവസ്ഥ. സോ ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത്രയും കാര്യങ്ങൾ, ഹെഡേക്ക്, ആൻസൈറ്റി. സോ ഇത് എന്താ, ഈ പെയിൻ ഈ പെയിനിൻ്റെ നമ്മൾ എൻഡോർഫിൻ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെയിൻ നല്ല രീതിയിൽ തോന്നും. സോ അങ്ങനെ പെയിൻ കൂടുന്ന അല്ലെങ്കിൽ ക്രോണിക് പെയിൻ ആയിട്ട് തോന്നുന്ന ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഫൈബ്രോമയാൽഗിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അസറ്റൈൽ കൊളൈൻ. അടുത്ത ടൈപ്പാണ് നാലാമത്തെ അസറ്റൈൽ കൊളൈൻ എന്ന് പറഞ്ഞാൽ ഇത് അസറ്റൈൽ കൊളൈൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ടു ബി ഡിസ്കവേർഡ് ബൈ ജർമ്മൻ ബയോളജിസ്റ്റ് നെയ്മഡ് ഒട്ടോ ലോവി, സോ ഹു ലേറ്റർ വോൺ ദ നോബൽ പ്രൈസ് ഫോർ ഹിസ് വർക്ക്. സോ ഫസ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് അസറ്റൈൽ കൊളൈനാണ്. സോ അത് കണ്ടുപിടിച്ചത് ഒട്ടോ ലോവിയാണ്. അതിനുശേഷം അതിന് ഈ ഒരു കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഓൺലി ന്യൂറോ ട്രാൻസ്മിറ്റർ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഫൗണ്ട് ഇൻ ബോത്ത് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ ഈ ഒരു അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുമാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് അതുപോലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഒരേപോലെ കാണപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈനാണ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ടൈപ്പ് ഈസ് ഫോക്കസ്ഡ് ഓൺ മസിൽ മൂവ്മെൻറ്റ്, മെമ്മറി ആൻഡ് ലേണിംഗ് അസോസിയേറ്റഡ് വിത്ത് മോട്ടോർ ന്യൂറോൺ. നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്, അതുപോലെ മെമ്മറി, ലേണിംഗ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ബ്രെയിൻ ടു റെഗുലേറ്റ് മെമ്മറീസ്, സ്ലീപ്പിംഗ് ആൻഡ് ഡ്രീമിങ്. സോ ഇത് നമ്മുടെ ബ്രെയിനിൽ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മെമ്മറീസിന്, അതുപോലെ നമ്മുടെ സ്ലീപ്പിങ്ങിന്, അതുപോലെ ഡ്രീമിങ്ങിന്. സോ ഇതിനൊക്കെ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത്. ഇനി അസറ്റൈൽ കൊളൈൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയും. മെമ്മറി ലോസ് ആവുന്നത്. സോ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത്. സോ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഈ അസറ്റൈൽ കൊളൈന് ഇല്ലാതാവുന്ന അല്ലെങ്കിൽ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അൽഷിമേഴ്സ്. അതായത് മറന്നു പോകുന്നു, നമ്മൾ മെമ്മറീസ്, നമ്മുടെ മൈൻഡിലുള്ള മെമ്മറീസ് എല്ലാം പോകുന്നു. സോ അതാണ് അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ ടൈപ്സും ക്ലാസിഫിക്കേഷൻസും. ഇനി അടുത്ത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഡാഷ് ആർ കെമിക്കൽ മെസ്സഞ്ചർ ദാറ്റ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ്. സോ എന്താണ്, ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന കെമിക്കൽ മെസ്സഞ്ചർ എന്നറിയപ്പെടുന്ന ആരാണ്? ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ? സിനാപ്റ്റിക് വെസിക്കിൾസിൽ നിന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ന്യൂറോൺ വിച്ച് റിലീസസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് കോൾഡ്. സോ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്ന ന്യൂറോണിനെ പറയുന്ന പേര് പോസ്റ്റ് അല്ല, പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Fourth one, when a nerve impulse trigger the release of neurotransmitter, this chemical are then released into synapse and then taken by the receptors on the next neuron. This process is known as, so എന്താണ്, ന്യൂറോ ട്രാൻസ്മിഷൻ എന്നാണ് ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര്.
ഫിഫ്ത്ത് വൺ, റീ അപ്ടേക്ക് ഇസ് എ പ്രോസസ് വെയർ ബൈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗെറ്റ് റീ അബ്സോർബ് ബാക്ക് ഇൻ ടു ഡാഷ് ന്യൂറോൺ. സോ ഏത് ന്യൂറോണിലോട്ടാണ് തിരിച്ച് റീ അബ്സോർബ് ചെയ്ത് പോകുന്നത്? സോ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, അത് വന്ന ന്യൂറോണിലോട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റീ അബ്സോർബ് അല്ലെങ്കിൽ റീ അപ്ടേക്ക് പ്രോസസ്സ് നടക്കുന്നത്. സോ അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലോട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ്. സിക്സ്ത് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് എ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതിൽ എപ്പിനെഫ്രിൻ ആണ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ, ബാക്കി രണ്ടും ഇൻഹിബിറ്റേറ്ററി ആണ്. സെവൻത്ത് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ഇൻഹിബിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഇതിൽ എൻഡോർഫിൻ ആണ് ഇൻഹിബിറ്റേറ്ററി, ബാക്കി രണ്ടും എക്സൈറ്റേറ്ററി ആണ്. ഇനി എയ്ത്ത് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് മോണോ അമീൻസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. മോണോ അമീൻസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെറോട്ടോണിൻ, എപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, GABA. സോ മോണോ അമീൻസിൽ വരുന്നതാണ് ഇത് മൂന്നെണ്ണം അല്ലേ? സെറോട്ടോണിൻ, എപ്പിനെഫ്രിൻ ആൻഡ് ഡോപ്പമിൻ. സോ GABA ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. നയൻത്ത് വൺ, ഡാഷ് ന്യൂറോ ട്രാൻസ്മിറ്റർ കൺട്രോളിങ് മൂഡ് ആൻഡ് ക്യാൻ എഫക്ട് ദ ഹാപ്പിനെസ്. നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സോ ഓപ്ഷൻ സി ആയിട്ടുള്ള സെറോട്ടോണിൻ ആണ് സഹായിക്കുന്നത്. ടെൻത്ത് വൺ, ഡാഷ് ഇസ് ഓൾസോ നോൺ ആസ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സോ എപ്പിനെഫ്രിൻ ആണ്. സോ ഓപ്ഷൻ എ. 11th വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെറട്ടോണിൻ. സെറട്ടോണിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? കൺട്രോളിങ് മൂഡ്. സോ അത് കറക്റ്റാണ്. റെഗുലേറ്റിംഗ് ആൻസൈറ്റി, റെഗുലേറ്റ് സ്ലീപ്പ്. സോ ഇത് മൂന്നും സെറട്ടോണിനുമായിട്ട് കറക്റ്റാണ്. സോ ഓപ്ഷൻ ഓൾ ആണ് വരുന്നത്. 12th വൺ, എ ഡെഫിസിറ്റ് ഇൻ സെറട്ടോണിൻ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഡിസോർഡർ. സോ സെറട്ടോണിൻ്റെ കുറവ് കൊണ്ട് വരുന്ന അസുഖത്തിന് എന്താ നമ്മൾ പറയുന്നത്? ഡിപ്രഷനാണ്. സെറട്ടോണിൻ കുറയുമ്പോഴത്തേക്ക് ഡിപ്രഷനാണ് വരുന്നത്. 13, ദ റിഡക്ഷൻ ഓഫ് ഡോപ്പമിൻ ഈസ് ലിങ്ക്ഡ് ടു. ഡോപ്പമിൻ കുറയുന്നതിന് പറയുന്നത് എന്താണ്? പാർക്കിൻസൺസ് എന്നാണ്. ഈ ഡോപ്പമിൻ വാസ് ഡിസ്കവേർഡ് ബൈ ആർവിഡ് കാൾസൺ ആണ്. സോ ഓപ്ഷൻ 14th ഓപ്ഷൻ എ. 13 ആകുമ്പോഴത്തേക്ക് റിഡക്ഷൻ ഓഫ് ഡോപ്പമിൻ എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ഡിസീസാണ്. ഡോപ്പമിൻ കുറയുന്നത് പാർക്കിൻസൺസ്, കൂടുന്നതാണെങ്കിൽ ഷിസോഫ്രീനിയാണ്. GABA സ്റ്റാൻഡ്സ് ഫോർ. സോ GABA എന്ന് പറയുന്നത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ്. സോ ഓപ്ഷൻ എ ആണ്. 16, ലാക്ക് ഓഫ് ഡാഷ് ലീഡ്സ് ടു ഇൻവോളണ്ടറി മോട്ടോർ ആക്ഷൻ ഇൻക്ലൂഡിങ് ട്രെമേഴ്സ് ആൻഡ് സീഷേഴ്സ്. സോ ട്രെമേഴ്സ് ആൻഡ് ട്രീഷേഴ്സ് ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവുകൊണ്ടാണ്? GABA കുറവുകൊണ്ടാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. 17, ഡാഷ് മോസ്റ്റ് അബണ്ടൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? ഗ്ലൂട്ടാമേറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 18, ഗ്ലൂട്ടാമേറ്റ് ഇസ് ആൻഡ് ഡാഷ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് എക്സൈറ്റേറ്ററി ആണ്. 19, ഡാഷ് ആർ നാച്ചുറൽ പെയിൻ റിലീവേഴ്സ്. പെയിൻ റിലീവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എൻഡോർഫിൻസ് ആണ്. സോ ഓപ്ഷൻ ബി. 20, അൽഷിമേഴ്സ് ഡിസീസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ആൻ അണ്ടർ സപ്ലൈ ഓഫ് എന്താണ്? അസറ്റൈൽ കൊളൈൻ കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.